എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 15 തീയതി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ പാരാമെഡിക്കൽ ഡിപ്ലോമ, അതായത് ഈ ഒരു ഫാർമസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിപ്ലോമ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ലിങ്ക്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം lbscenter.in/para ഡിപ്ലോമ എന്ന് HI ഫാർമസി 2024/index.aspx എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്ക് വഴിയും നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് പുതുതായിട്ട് അപ്രൂവൽ ചെയ്തിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ മുകളിലായിട്ട് ഇവിടെ സർക്കുലർ കാണാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് ഓർഡറാണ്. അതായത് ഈ ഒരു പാരാമെഡിക്കൽ, അതുപോലെ തന്നെ ഒരു ഫാർമസി, അതുപോലെ DHI എന്നിങ്ങനെയൊക്കെയുള്ള ഡിപ്ലോമ കോഴ്സുകളിലെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ആ ഒരു മെഡിക്കൽ ഡയറക്ടറുടെ, അതായത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഓർഡറാണിത്. അപ്പോൾ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ഒരു അപ്രൂവൽ ചെയ്യപ്പെട്ടുള്ള കോളേജിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വർഷത്തെ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു അപ്രൂവൽ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളേജസ് കാണാം, അതുപോലെ തന്നെ ആ ഒരു കോളേജസിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിന് എത്ര വാർഷിക ഫീസ്, അതായത് ടോട്ടൽ ഫീസ് ഒരു വർഷം എത്രയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ML എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്, അതായത് MLT കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ML ആണ്. അപ്പോൾ അതുപോലെ തന്നെ ചില കോളേജിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് എത്രയുണ്ട്, അതുപോലെ SC സീറ്റ് എത്രയുണ്ട്, ST സീറ്റ് എത്രയുണ്ട്, അതുപോലെ EWS സീറ്റ് എത്രയുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് കോളേജിൽ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്തത്, അതായത് ടോട്ടൽ സീറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് നൽകിയത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോഴ്സുകളും, അതുപോലെ തന്നെ അതിൻ്റെ ഫീസ്, അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ് എത്രയുണ്ട്, ഗവൺമെൻറ് സീറ്റ് എത്രയുണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജിൽ എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത്, ആകെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 7240 രൂപ മാത്രമാണ്. ഏതൊരു കോഴ്സുകൾക്ക് നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം MLT കോഴ്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് റേഡിയോളജിക്കൽ ടെക്നോളജി 2 ഇയർ കോഴ്സ് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു കോഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം 7240 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് നോക്കുന്ന സമയത്ത് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 27500 രൂപയും, അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 55000 രൂപയും ഉണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ആയാലും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ് ആയിരുന്നാലും കിട്ടിയിട്ടുള്ളതെങ്കിലും ഈ ഒരു ആദ്യ വർഷം നിങ്ങൾക്ക് ഈ ഒരു 10000 രൂപ സ്പെഷ്യൽ ഫീസ്, സെക്കൻഡ് ഇയറിൽ 75000 രൂപയാണ്, അതായത് 75000 രൂപയാണ് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ സ്പെഷ്യൽ ഫീസ് വരുന്നത്. ഗവൺമെൻറ് കോളേജുകളിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഒക്ടോബർ 15 മുതൽ 18 തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, മെറിറ്റ് സീറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ ഏത് കോഴ്സ് ആയിരുന്നാലും 7240 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ, അതായത് ഗവൺമെൻറ് സീറ്റ് ആണെങ്കിൽ 25500 രൂപയും, മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 55000 രൂപയാണ് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ, അത് 55000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കിട്ടിയിട്ടുള്ള, അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആദ്യ വർഷം വിദ്യാർത്ഥികൾക്ക് 10000 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ് അല്ല, അതായത് സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാം വർഷം 7500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജുകൾ, താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒക്ടോബർ 15 തീയതി മുതൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് DPharm കോഴ്സാണ്, DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് എക്സാം ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകാം. അതുപോലെ തന്നെ ഓരോ കോളേജ് അനുസരിച്ച് അവിടുത്തെ സീറ്റിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില കോളേജിൽ ചില കോഴ്സിന് ചിലപ്പോൾ 11 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ ചില കോളേജ് ഇവിടെ നിങ്ങൾക്ക് ബേബി മെമ്മോറിയൽ കോളേജിൽ നിങ്ങൾക്കിവിടെ ഗവൺമെൻറ് സീറ്റ് 8, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിലെയും സീറ്റിൻ്റെ ആ ഒരു എണ്ണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ വർഷവും ഓരോ കോഴ്സുകൾക്കും എത്ര വീതം ഡിമാൻഡുകളുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വർഷത്തെ ഓരോ കോഴ്സിലെയും സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഏതൊരു ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണെങ്കിലും 7240 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ്
ആണ് എങ്കിൽ അതായത് 27,500 രൂപയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ആണ് എങ്കിൽ 55,000 രൂപയും അതുപോലെ തന്നെ ആ ഒരു മാനേജ്മെൻ്റ് ആയാലും മെറിറ്റ് സീറ്റ് ആയിരുന്നാലും സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം 10,000 രൂപ സ്പെഷ്യൽ ഫീസ്, സെക്കൻഡ് ഇയറിൽ 7,500 രൂപയാണ് സ്പെഷ്യൽ ഫീസ് വരുന്നത്. ഇതിനോടൊപ്പം നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, യൂണിഫോം, അതുപോലെ തന്നെ ബുക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു എക്സാം ഫീസ്, അതുപോലെ തന്നെ ട്രാവലിങ്ങിനുള്ള ആ ഒരു പൈസ, അതുപോലെ തന്നെ യൂണിഫോം, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അതായത് കോഷൻ ഡെപ്പോസിറ്റ് അപ്പോൾ എന്നിങ്ങനെയൊക്കെയുള്ള അതുപോലെ PTA ഫണ്ട് ഇവയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫീസിൻ്റെ കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു DPharm കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BPharmൻ്റെ അതായത് BPharm ലാറ്ററൽ എൻട്രി പ്രവേശനം വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേരിട്ട് അതായത് BSc കോഴ്സിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ DPharm 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടും. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ ഫാർമസി ജോബ് ചെയ്യാനായിട്ടാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നെക്സ്റ്റ് എക്സാം എന്നുള്ള രീതിയിൽ എന്ന പേരിലൊരു എക്സാം ഉണ്ട്. നെക്സ്റ്റ് എക്സാമോ അല്ലെങ്കിൽ എക്സിറ്റ് അല്ല നെക്സ്റ്റ് എക്സാം എന്നാണ് അതിൻ്റെ പേര് എന്നാണ് തോന്നുന്നത്. ഈ വർഷം മുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫാർമസിയിലും വേണമെങ്കിൽ ജോലി ചെയ്യാം. അതുപോലെ തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു DPharmന് ശേഷം BPharm കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാം. ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ടുള്ള അഡ്മിഷനാണ്. DPharm പഠിച്ചവർക്ക് നേരിട്ട് BPharmൻ്റെ ആ ഒരു സെക്കൻഡ് ഇയറിലേക്ക് മാറുന്നതിന് അതായത് പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഈ ഒരു DPharm കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് BPharm ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഓരോ കോഴ്സുകൾക്കനുസരിച്ചും അതിൻ്റെ ആ ഒരു BSc കോഴ്സുകളിലേക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാറാൻ സാധിക്കും. എന്നാൽ കേരളത്തിൽ എല്ലാ കോഴ്സുകളിലേക്കും ഉള്ള ലാറ്ററൽ എൻട്രി നിലവിൽ ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി എല്ലാ കോഴ്സുകളിലും ഒക്കെ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഏതാനും കോഴ്സുകൾക്ക് മാത്രമാണ് കേരളത്തിൽ ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് BSc കോഴ്സുകളിലേക്ക് അതായത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു DPharmന് ശേഷം BPharm ലാറ്ററൽ എൻട്രിയിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് ce.kerala.gov.in എന്ന ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അക്ഷയ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യണം എന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥി പരിശോധിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടില്ല എന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയ വഴി ആയിരുന്നാലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴി ആയിരുന്നാലും നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷ കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കൺഫേം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഇവിടെയുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ID പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് കാണാൻ സാധിക്കും. അത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണോ അതായത് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ സ്റ്റാറ്റസ് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ എൻട്രി അതുപോലെ മാർക്ക് എൻട്രി പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിക്കുക. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിൻ്റെ ആ ഒരു സ്പെല്ലിങ്ങുകൾ അതുപോലെ തന്നെ ഫോൺ നമ്പർ അതുപോലെ എന്തൊക്കെയാണ് തെറ്റുള്ളത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുക. അതുപോലെ ഡോക്യുമെൻറ്റ് അപ്ലോഡൊക്കെ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിനോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവയൊക്കെ കറക്റ്റാണോ, നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് എന്നിവയൊക്കെ കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കുക. ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടും ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിവ്യൂ അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ പ്രിവ്യൂ ജസ്റ്റ് പരിശോധിക്കുക. അതായത് ഏതെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും പരിശോധിച്ച് അവിടെ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. തെറ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ നേരത്തെയുള്ള അതായത് ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. ഏത് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് തെറ്റിയുള്ളത് ആ ഒരു പോർഷനിലേക്ക് പോയിട്ട് അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ ഒരു പോർഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം തിരുത്താവുന്നതും അതിനുശേഷം സേവ് ചെയ്യാവുന്നതുമാണ്. സേവ് ചെയ്ത ശേഷം നേരത്തെയുള്ള ഫൈനൽ കൺഫർമേഷൻ പേജിലേക്ക് പോവുകയും ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒരു 2 പ്രാവശ്യം കൂടി ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തുകയും അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്തുകയും ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് അതായത് ലഭിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു LBSൻ്റെ ഡിപ്ലോമ അപേക്ഷയുടെ ഈ ഒരു പേജിൽ അതായത് ഹോം പേജല്ല ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ
രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. എത്രയും കൊടുത്ത ശേഷം റിക്കവർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ID വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ അപേക്ഷിക്കാത്തവർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.